സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ബിസിനസിനെല്ലാം ആക്രമിച്ചേക്കാണ്, ടാക്സ് ടെററിസം കൊണ്ട് ആക്രമിച്ചേക്കാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ഗവൺമെന്റ് അടിക്കുകയാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് അത് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് അവസരം തരും, ഞങ്ങൾ നടപ്പിലാക്കാൻ. 73% ആളുകൾ ഇന്ത്യയിൽ ദളിതും ആദിവാസീസും ഒബിസിസും ഒക്കെയാണ്. 73% പെടാത്ത ആളുകൾ പഠിച്ച ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുകയും അത് നിങ്ങൾ പൊളിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ഇന്ത്യൻ ജനതയോട് വളരെ ക്ലവർലി സ്റ്റേറ്റ് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്. സർ, ലോക്സഭയിൽ രാഹുൽ ഗാന്ധി ശരിക്കും വളരെ നല്ല പെർഫോമൻസ് ആണ്. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ സ്പീച്ച് തന്നെ നമ്മളാണ് ഏറ്റവും നന്നായിട്ട് അത് കവർ ചെയ്ത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് പിറ്റേ ദിവസം മാതൃഭൂമിയൊക്കെ ഓർക്കണ്ട, മാതൃഭൂമിയിലെ വിവാദമാവുകയും മാതൃഭൂമി BJP ബഹിഷ്കരിക്കാൻ പോകുമെന്നൊക്കെ പറയുകയും ചെയ്തു. കാരണം ബാഹുബലിയായി അദ്ദേഹത്തെ കാണിച്ചുകൊണ്ടിട്ടൊക്കെയാണ് മാതൃഭൂമി അത് വരച്ചിരുന്നത്. അപ്പോൾ ആ സ്പീച്ചിൽ അദ്ദേഹം അതിഗംഭീരമായി പെർഫോം ചെയ്യുന്നു. കാരണം ഞാൻ അന്ന് തന്നെ നന്ദകുമാറിനോട് പറഞ്ഞിരുന്നു, അതായത് ഞാൻ അന്ന് വൈകുന്നേരം എടുക്കണേ സ്പീച്ച് വന്നേതാണ്ട് 1 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം അന്ന് തന്നെ ഞാൻ പറഞ്ഞത് നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. കാരണം ഇത് എല്ലാ ആയുധങ്ങളും ഓരോ മന്ത്രിമാർ എഴുന്നേറ്റ് നിന്ന് ഇദ്ദേഹത്തെ തകർക്കാൻ നോക്കുകയും പക്ഷെ അസാമാന്യമായ ഒരു പാഠവത്തോട് ഇദ്ദേഹം ആഞ്ഞടിക്കുകയും ചെയ്യുന്നൊരു തകർത്താടുന്നൊരു രംഗമാണ് നമ്മളന്ന് കണ്ടത്. അപ്പോൾ അതിനുശേഷം ശരിക്കും ഇന്നാണ് രാഹുൽ ഗാന്ധിയുടെ ഏതാണ്ട് ഒരു 25 മിനിറ്റ് വരുന്ന ഒരു പ്രസംഗം നടന്നിട്ടുള്ളത്. അത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലക്ക് ബഡ്ജറ്റിനെതിരെയുള്ള പ്രസംഗമാണ്. അപ്പോൾ ആ ബഡ്ജറ്റിൽ അദ്ദേഹം പറഞ്ഞ ഇത് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഒരു ടീം എന്തായാലും ഗംഭീരമായി അദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം വളരെ ആറ്റിക്കുറുക്കിയ കൃത്യമായ പോയിന്റുകളാണ് അടിച്ചിട്ടുള്ളത്, ഉപമകളാണ് അടിച്ചിട്ടുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഓരോരോ ക്യാമറ എൻ്റെ നേർക്കല്ലേ എന്നുള്ളതടക്കം അദ്ദേഹം ബോധവാനാണ്. എന്ന് പറഞ്ഞാൽ ഇത് പുറത്തേക്ക് എങ്ങനെ പോകും എന്നുള്ളതിൽ കൂടി ബോധവാനാണ്. അത് കഴിഞ്ഞ പരിപാടിയിലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഇത്തവണ അദ്ദേഹം ബഡ്ജറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു ചക്രവ്യൂഹത്തിൽ പെട്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ സർ, ആജ് ഭി चक्रव्यूह के बीच में 6 लोग हैं सर। चक्रव्यूह के बिल्कुल सेंटर में, चक्रव्यूह में हजारों लोग होते हैं सर, मगर उसके बिल्कुल सेंटर में 6 लोग कंट्रोल करते हैं। तो जैसे उस टाइम 6 लोग कंट्रोल करते थे वैसे आज भी 6 लोग कंट्रोल कर रहे हैं चक्रव्यूह को। नरेंद्र मोदी जी, अमित शाह जी, मोहन भगवत जी, अजीत दोवल जी, अंबानी और अदानी जी कंट्रोल कर रहे हैं। सेना के जवानों को आपने अग्निवीर के चक्रव्यूह में फंसाया। सही बात। इस बजट में अग्निवीरों के पेंशन के लिए 1 रुपया नहीं है. അപ്പോൾ ആ ചക്രവ്യൂഹത്തിൽ പെട്ടിരിക്കുന്ന ഒന്ന് ഐഡിയ ഓഫ് മോണോപോളി, അതായത് ഫിനാൻഷ്യലി ഉള്ള ആളുകളുടെ മോണോപോളി ഉണ്ട്, അതായത് കുത്തകയുണ്ട്. ആ കുത്തകകളുടെ അടിയിൽ പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അദ്ദേഹം ഒന്ന് പറയുന്നത്. രണ്ടാമത്തെ അദ്ദേഹം പറയുന്നത് CBI, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ആളുകളെ വിളിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ അദ്ദേഹം തരുന്നുണ്ട്. മൂന്നാമത്തത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൻ്റെയും ഒരു അതായത് ചക്രവ്യൂഹത്തിൽ അവർക്കും ഭാഗമുണ്ട്. ഇവരൊക്കെ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ചക്രവ്യൂഹം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വിട്ടിരിക്കുകയാണ് ജനങ്ങൾ എന്നുള്ളതാണ്. ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അവിടെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അദ്ദേഹം പറയുന്നത് ബഡ്ജറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും ഈ ആളുകളെ ഇതിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്നതായിരിക്കണം ബഡ്ജറ്റ്, അല്ലെങ്കിൽ ബഡ്ജറ്റ് അതിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതായിരിക്കണം ഇതിൽ അകപ്പെട്ട ആളുകളെ. പക്ഷെ അതിന് പകരം ബഡ്ജറ്റ് സ്ട്രെങ്തൻ ചെയ്യുന്നത് ഈ ഫിനാൻഷ്യലിയും പൊളിറ്റിക്കലിയും ഉള്ള ആളുകളെയും ടാക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റുകളെയും അതുപോലെ ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളെയും ഒക്കെ അവരെ ശരിക്കും അതുണ്ടെങ്കിൽ ഇത് സ്ട്രെങ്തൻ ചെയ്യാൻ ഈ ബഡ്ജറ്റ് സ്ട്രെങ്തൻ ചെയ്യുന്നത് അതാണെന്നാണ് അദ്ദേഹം പറഞ്ഞു നോക്കുന്നത്. ഇതിൽ അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ കാര്യം സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ബിസിനസ്സിനെല്ലാം ആക്രമിച്ചേക്കാണ്, ടാക്സ് ടെററിസം കൊണ്ട് ആക്രമിച്ചേക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അതിന് ഫാക്ട്സ് ഒക്കെ അദ്ദേഹം നിരത്തുന്നുണ്ട് കുറച്ച്. അപ്പോൾ GST അതുപോലെ തന്നെ ആദ്യം ഡിമോണറ്റൈസേഷൻ കൊണ്ട് നിങ്ങൾ സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രികളെ തകർത്തു. രണ്ടാമത് GST കൊണ്ടുവന്ന് തകർത്തു. ഇപ്പം നിങ്ങൾ ആളുകളുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഞങ്ങൾ ടാക്സ് പേ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞൊരു ടാക്സ് ടെററിസം തന്നെ നടപ്പിലാക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. മൂന്നാമത്തേത് ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ അദ്ദേഹം രണ്ടാമത് പറയുന്നത് അദാനിയെക്കുറിച്ചും അംബാനിയെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ അദാനി അംബാനി എന്നുള്ള പേര് പറയാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കമന്റ് എന്താണെന്നറിയാമോ? A1 A2 എന്ന് ഞാൻ ഇനി മുതൽ പറയാമെന്നാണ് പറഞ്ഞത്. ഈ ഒരു കാര്യം. രണ്ടാമത് കിരൺ റിജിജു എന്ന് പറയുന്ന അരുണാചൽ പ്രദേശിൽ നിന്നുള്ള കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ഉണ്ടല്ലോ, കിരൺ റിജിജു. ആ കിരൺ റിജിജു മാത്രമാണ് ഇതിന് എഴുന്നേറ്റ് ഓപ്പോസ് ചെയ്യാൻ നോക്കിയത്. അപ്പൊ അദ്ദേഹം ആദ്യം പ്രധാനമന്ത്രി ഇല്ലെന്ന് തോന്നുന്നു, പ്രധാനമന്ത്രി ഇല്ല, നിർമ്മല സീതാരാമൻ ഫുൾ ടൈം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വഴങ്ങി തരുന്നില്ല എന്ന് ആദ്യം പറഞ്ഞു. പക്ഷെ പിന്നീട് അദ്ദേഹം വഴങ്ങിക്കൊടുത്തു കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന ഒരു കമന്റ് ഉണ്ട്. ആ കമന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ അദാനി അംബാനിയെ നിങ്ങൾ ഡിഫെൻഡ് ചെയ്തോളൂ, ഞങ്ങൾക്കതിൽ പ്രശ്നമില്ല, അത് ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്ക് ഉണ്ടെന്നാണ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ കിരൺ റിജിജുവിനെതിരെയുള്ള വലിയൊരു അടിയാണ്. കാരണം പുറത്തേക്ക് പോകാൻ പോകുന്ന ഒരു മറ്റേ വീഡിയോ ഏതാണ്, കിരൺ റിജിജുവിനോട് രാഹുൽ ഗാന്ധി പറയുന്നത് നിങ്ങൾ ധൈര്യമായിട്ട് അദാനിയുടെ അംബാനിയൊക്കെ ഡിഫെൻഡ് ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പൊ കിരൺ റിജിജു പിന്നെ എഴുന്നേറ്റ് പറയുന്ന ഒരു വാചകമുണ്ട്, അതാണ് ഏറ്റവും രസം. അദ്ദേഹം പറയുന്ന ഒരു വാചകം, ഞാൻ ഡിഫെൻഡ് ചെയ്യാൻ നോക്കിയതല്ല, പകരം ഈ സഭയിൽ ഒരു ചട്ടവും നിയമവും ഒക്കെ ഉണ്ട്, അപ്പൊ അതനുസരിച്ച് മറ്റുള്ളവരുടെ പേര് പറയാൻ പാടില്ല, അതിനെയാണ് ഞാൻ ഡിഫെൻഡ് ചെയ്തതെന്നാണ്. പിന്നെ അദ്ദേഹം തിരിച്ചൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി സംസാരിച്ചപ്പോൾ നിങ്ങൾ എത്രയോ സൗണ്ട് ഉണ്ടാക്കി, അദ്ദേഹത്തിൻ്റെ ഇത് സംഭാഷണം ശല്യപ്പെടുത്താൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. ഉടനെ രാഹുൽ ഗാന്ധി തിരിച്ചു പറയുകയാണ്, ഇതൊന്നും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. ഓൺ ദ സ്പോട്ട് രാഹുൽ ഗാന്ധി തിരിച്ചു പറയുന്ന ഒരു കാര്യം, നിങ്ങളൊന്ന് കൈ ഉയർത്തി എൻ്റെ പ്രസംഗത്തിന് നേരെ, ഞാൻ വഴങ്ങിത്തരില്ലെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ വീണ്ടും കൈ ഉയർത്തിയപ്പോൾ ഞാനത് വഴങ്ങിത്തന്നു, നിങ്ങളെ കേൾക്കാൻ തയ്യാറായി. ഇതേ രീതി നരേന്ദ്രമോദി പിന്തുടരുന്നെങ്കിൽ ഞങ്ങളും ബഹളം ഉണ്ടാക്കില്ലായിരുന്നു എന്നാണ്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ അത്ര ഷാർപ്പായ വളരെ അടിയാണ് അദ്ദേഹം കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ. പിന്നെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ യുവാക്കൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു ചോദിക്കുന്നുണ്ട്. കർഷകർക്ക് എന്ത് ചെയ്യുന്നു ചോദിക്കുന്നുണ്ട്. അതിൽ യുവാക്കൾക്ക് എന്ത് ചെയ്തു പറഞ്ഞിട്ട് നമ്മൾ കർഷകരിലേക്ക് വരാം. യുവാക്കൾക്ക് എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ 500ഓളം വലിയ കമ്പനികൾക്ക് നിങ്ങൾ ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം യുവാക്കൾക്ക് കൊടുക്കുന്നുണ്ട്, അതിന് 5000 രൂപ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആർക്ക് ഗുണം? അതുകൊണ്ട് കമ്പനികൾക്കാണ് ഗുണം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടൊരു തൊഴിലല്ല കിട്ടുന്നത്, പകരം ഒരു ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിനുള്ള ഒരു 5000 രൂപയാണ് കൊടുക്കുന്നത്, അത് കമ്പനികൾക്കാണ് ഗുണം ചെയ്യുക എന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത്, എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ കഴിഞ്ഞ 20 കൊല്ലത്തെ ഏറ്റവും കുറഞ്ഞ പെർസെൻറ്റേജ് ആണ് ബഡ്ജറ്റിൽ കൊടുത്തിരിക്കുന്നത്, അതായത് 2.5% മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ഇതിൽ ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, കഴിഞ്ഞ തവണ അതായത് ഒരു ഈ ടാക്സ് ടെററിസം കൊണ്ട് മറ്റേ ഈ പറയുന്ന മീഡിയം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി തകർന്നുകൊണ്ട് ഇന്ത്യയിൽ ജനങ്ങൾക്ക് ജോലിയില്ലാതായി. അതേ കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്, കഴിഞ്ഞ 10 കൊല്ലങ്ങൾ കൊണ്ട് 70 പേപ്പറുകളാണ് ലീക്ക് ചെയ്തിട്ടുള്ളത്. 70 പേപ്പറുകളാണ് ശരിക്കും പറഞ്ഞാൽ, അതായത് പരീക്ഷാ പേപ്പറുകളാണ് ലീക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇങ്ങനെ ആളുകളെ ചക്രവ്യൂഹത്തിനകത്ത് ഇട്ടേക്കാണ് എന്നാണ് പറയുന്നത്. ചക്രവ്യൂഹത്തിലായ അഭിമന്യുവിനെ പോലെ നമ്മുടെ ജനത ആകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്, അഗ്നിവീറിൽ നിങ്ങൾ എന്ത് അഗ്നിവീറിൽ പെൻഷൻ കൊടുക്കാനായിട്ട് 1 രൂപ ഈ ബഡ്ജറ്റിനകത്തുള്ളതാണ്. ഇതിപ്പോ സത്യത്തിൽ നമ്മൾ കേരളത്തിൽ നിന്ന് കേൾക്കുമ്പോൾ അയ്യപ്പദാസ് ഇത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. പക്ഷെ ഹരിയാനയിലും ഉത്തർപ്രദേശിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് കേൾക്കുമ്പോഴല്ലോ, അതായത് വലിയ തോതിലുള്ള ഇമ്പാക്റ്റ്. നിങ്ങൾ 1 രൂപ ഇതിനു വേണ്ടി അഗ്നിവേറിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള അഗ്നിവേറിന്റെ പേരിൽ ഏറ്റവും വലിയ പ്രക്ഷോഭം ഉണ്ടായതാണ് അവിടെ. അപ്പൊ അതുകൊണ്ട് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ഗവൺമെന്റിനെ അടിക്കുകയാണ് ചെയ്തേക്കണേ. ഇനി കർഷകരുടെ കേസിൽ ലീഗൽ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള MSP വേണം എന്നുള്ളതാണ്. അതായത് മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ത് ചെയ്യണം, നിങ്ങൾ ലീഗലി ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള MSP വേണം എന്നാണ് പറയുന്നത്. ഇതിൽ വേറൊരു കാര്യം കൂടി പുള്ളി പറഞ്ഞു, അതാണ് ഏറ്റവും വലിയ രസം. നിങ്ങൾക്ക് അത് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് അവസരം തരും, ഞങ്ങൾ നടപ്പിലാക്കി കാണിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായൊരു മെസ്സേജാണ് ശരിക്കും അത് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പോലെ പുറത്തേക്ക് പോകുന്നത്. പിന്നെ നരേന്ദ്രമോദിയുടെ കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പാത്രം കൊട്ടാൻ പറഞ്ഞു കൊറോണ ടൈമിന്, അത് കഴിഞ്ഞ് മൊബൈലിലെ ലൈറ്റ് കളിക്കാൻ പറഞ്ഞു, ഇതൊക്കെ ജനങ്ങൾ ചെയ്തു. പക്ഷെ ജനങ്ങൾക്ക് എന്ത് കിട്ടി എന്നുള്ളതാണ് നിങ്ങൾ ചോദിച്ചത്. മറ്റൊരു ചോദ്യം കൂടെ ചോദിച്ചില്ല സർ, BJP-യിൽ ഒരാൾക്ക് മാത്രമേ പ്രധാനമന്ത്രി പദം സ്വപ്നം കാണാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. അതുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രീയമാണല്ലോ, അത് നമ്മൾ വിട്ടേക്കാം. പക്ഷെ അതിനേക്കാൾ ഞാൻ പറയുന്ന ഒരു ക്രക്സ് ആണ് ഇതിൻ്റെ ഏറ്റവും കോറായിട്ടുള്ള വിഷയം. ഇതെല്ലാം അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഒന്ന് ഫിനാൻഷ്യലി മൊണോപോളി എന്ന് പറഞ്ഞ അദാനി അംബാനി A1 A2, രണ്ടാമത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിദ്യാഭ്യാസത്തിന് നിങ്ങൾ എന്ത് കൊടുത്തു, യുവാക്കൾക്ക് എന്ത് കൊടുത്തു, നിങ്ങൾ ഇവിടുത്തെ ടാക്സ് ടെററിസമാണ് നടപ്പിലാക്കുന്നത്, നിങ്ങൾ കാരണം ഈ പറയുന്ന മീഡിയം ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അടച്ചുപോയി എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ അഗ്നിവീറിൻ്റെ വിഷയം ഉയർത്തി കാണിക്കുന്നത്, ഞാൻ പറഞ്ഞത് നേരത്തെ ആദ്യത്തെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്ന വിഷയങ്ങളിൽ ഏതാണ്ട് ബഡ്ജറ്റുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന, ഇപ്പൊ മണിപ്പൂർ ബഡ്ജറ്റുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലാതെ ഒരു ആഭ്യന്തരമന്ത്രിയോട് ചോദിക്കേണ്ട അത് വന്നില്ല. പക്ഷെ അതിന് പകരം നിർമ്മലാ സീതാരാമൻ്റെ അടുത്ത് ചോദിക്കാവുന്ന അതിഗംഭീരമായിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ചോദിച്ചു. ഇനി അടുത്തത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചോദ്യം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതാണ് സത്യത്തിൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇനി ഭാവിയിലേക്ക് എടുക്കാൻ പോകുന്ന പൊളിറ്റിക്സ്. അത് വെൽ കാൽക്കുലേറ്റഡ് ആണ്. അതിനുവേണ്ടി കഴിഞ്ഞ തവണ ഉയർത്തി കാണിച്ചത് ശിവന്റെ
ശിവഭഗവാന്റെ ചിത്രമാണ്. അപ്പൊ ആ ശിവഭഗവാന്റെ ചിത്രം ഉയർത്തി കാണിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് അത് കാണിക്കാൻ നിങ്ങളെന്താ സമ്മതിക്കാത്തെന്ന് ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ BJP പോലും ഉത്തരവില്ല. അത് ഉയർത്തി കാണിച്ചതിന്റെ പിന്നിലുള്ള കാര്യം എന്താണെന്നറിയോ? കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തർപ്രദേശ്, ബീഹാർ, നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരു OBC, അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ്, അല്ലെങ്കിൽ എക്സ്ട്രീംലി ബാക്ക്വേർഡ് ക്ലാസ്സസ്, അല്ലെങ്കിൽ SC ST പറയുന്ന കമ്മ്യൂണിറ്റികളുടെ എല്ലാം ദൈവം എന്ന് പറയുന്നത് രാമനേക്കാൾ വലുത് ശിവനാണ്. അപ്പൊ സത്യത്തിൽ ശിവനെ എടുത്തിട്ടുണ്ടെങ്കിൽ രാമൻ എന്ന് പറയുന്നതിനെ അടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വടിയാണെന്ന് രാഷ്ട്രീയം അറിയാവുന്നതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം അത് വീണ്ടും ആവർത്തിച്ചേക്കണത്. 73% ആളുകൾ ഇന്ത്യയിൽ ദളിതും ആദിവാസീസും OBCസും ഒക്കെയാണ്. പക്ഷേ അതാണ് ഹിന്ദുസ്ഥാന്റെ ശക്തി, ഇന്ത്യ രാജ്യത്തിന്റെ ശക്തി അതാണ്. പക്ഷേ ബിസിനസ്സിൽ അവരില്ല, കോർപ്പറേറ്റ് സെഗ്മെന്റുകളിൽ അവരില്ല, സർക്കാരിൽ അവരില്ല, ഇത്തരത്തിലുള്ള ആളുകളെ ഒന്നും കാണാനില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഈ പറയുന്ന ആളുകളൊന്നും ഇതിനകത്ത് ഈ പറയുന്ന നമ്മുടെ രാജ്യത്തിന് ഭാഗവാക്കായിട്ടില്ല, അല്ലെങ്കിൽ അവരെ ഒന്നും ഉയർത്താനുള്ള ഒരു ശ്രമവും ഈ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഇൻഡയറക്റ്റ്ലി അത് സൂചിപ്പിക്കുന്നത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ ഒരു ബ്രില്യൻസ് എന്ന് പറയുന്നത് ഒരു പോസ്റ്റർ അദ്ദേഹം ഉയർത്തി കാണിച്ചു, ഒരു ഫോട്ടോ. सर जब भी मैं उसको हटाना चाहता हूं मुझे ये करना है सर, वो हटो देखो आगे क्या डर रहे हैं सर फोटो से? शिव जी के फोटो से डरते हैं सर, इस फोटो से डरते हैं अभी 25 മിനിറ്റിന്റെ ഏറ്റവും അവസാനം. അത് ഓം ബിർളയ്ക്കായിട്ട് ഇടയ്ക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഓം ബിർളയൊക്കെ ശരിക്കും ബുദ്ധിമുട്ടാണ് ഇദ്ദേഹത്തെ കൺട്രോൾ ചെയ്യുക, കാരണം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പഴയ പോലെ അല്ലല്ലോ, പണ്ടാണെങ്കിൽ പുറത്താക്കായിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 240 MP ഇന്ത്യ മുന്നണി. അപ്പൊ അതുകൊണ്ട് പുറത്താക്കലൊന്നും നടക്കില്ല. അപ്പൊ അദ്ദേഹം ഒരു ഫോട്ടോ ഉയർത്തി കാണിച്ചു. ആ ഫോട്ടോ ഉയർത്തി കാണിച്ചപ്പോൾ ഉള്ള തമാശ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫോട്ടോ ഉയർത്തി കാണിച്ചപ്പോൾ നിർമ്മല സീതാരാമൻ 2 കൈയും പൊത്തി ഇങ്ങനെ ഇരിക്കുകയാണ്, മുഖത്ത് പൊത്തി. അതിന്റെ കാര്യം എന്താ വെച്ചാൽ ഒരു ഹൽവ സെറമണി എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോയാണ് ഉയർത്തി കാണിച്ചത്. അതായത് ഈ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കൂടെ നിന്നിട്ടുള്ള ഉദ്യോഗസ്ഥരുമൊക്കെ ആയിട്ട് ചേർന്ന് ഒരു മധുരം പങ്കിടുന്ന ചടങ്ങ് നടത്തിയിട്ടുണ്ട്. അപ്പം നടത്തിയതിൻ്റെ ഫോട്ടോ ഇദ്ദേഹത്തിൻ്റെ ഈ കിട്ടിയിട്ടുണ്ട്. ആ ഫോട്ടോയാണ് ഉയർത്തി കാണിക്കുന്നത്. പക്ഷേ ആ ഫോട്ടോ ഉയർത്തിക്കൊണ്ട് അദ്ദേഹം ഒരു വലിയ രാഷ്ട്രീയമാണ് പറഞ്ഞേക്കുന്നത്. ആ രാഷ്ട്രീയം ദളിത്, OBC, ആദിവാസി ഇത്തരത്തിലുള്ള ആളുകളൊന്നും ഇതിനകത്ത് കാണാനില്ല. ഈ 20 പേരിൽ ഒരു OBCയും ഒരു മൈനോറിറ്റിയിലും ഉദ്യോഗസ്ഥൻ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള ആരുമില്ല. അതായത് ഈ പറയുന്ന നിങ്ങൾ ഈ 73% പെടാത്ത ആളുകളെ പഠിച്ചൊരു ബഡ്ജറ്റ് ഉണ്ടാക്കുകയും അത് നിങ്ങൾ മുറിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ഇന്ത്യൻ ജനതയോട് വളരെ ക്ലവർലി സ്റ്റേറ്റ് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്. അത് തന്നെ ആദ്യം ഇദ്ദേഹം ഇത് ഉയർത്തി കാണിക്കുമ്പോൾ അദ്ദേഹം ഈ ക്യാമറകൾ, സഭാ TVയുടെ ക്യാമറകൾ നേരെ ഓം ബിർളയുടെ നേരെയാണ് ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഒടുവിൽ അദ്ദേഹം വളരെ ക്ലവറായി ഇത് നോക്കിക്കൊണ്ടിരുന്നതിന് ശേഷം ഈ ക്യാമറകൾ അദ്ദേഹത്തിൻ്റെ നേരെ തിരിയുന്ന സമയത്ത് അദ്ദേഹം വീണ്ടും ഒരിക്കൽ കൂടി അത് ഉയർത്തി കാണിച്ചിട്ട് താഴെ ഇരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, കഴിഞ്ഞ തവണ നിങ്ങൾ ശിവഭഗവാൻ ഉയർത്തി കാണിക്കാൻ സമ്മതിച്ചില്ല, ഇത്തവണ ഈ പടത്തിനെയും ഇതിനെയൊക്കെ നിങ്ങൾ പേടിക്കുന്നത് എന്തിനാണെന്നാണ്. സത്യത്തിൽ ഇത് കേട്ടിട്ട് ഈ ഹൽവ സെറമണി നടത്തിയിട്ടുള്ള നിർമ്മല സീതാരാമൻ ആകെ മുഖം പൊത്തിയിരിക്കുന്ന ഒരു രംഗം നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് വലിയ അഭിമാനമുണ്ട്. ഞാൻ ഇതിനു മുമ്പ് തന്നെ ഈ ധ്രുവ്രാത്തിയുടെ ഒക്കെ വീഡിയോ കണ്ടിട്ട് ആളുകൾ ഇന്ത്യ ഒരു ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ത്യ ഒരിക്കലും അങ്ങനെ പോകാൻ കഴിയില്ല. കാരണം ഇന്ത്യയിലെ ജനങ്ങൾ അത്രമാത്രം വൈബ്രൻ്റ് ആയിട്ടുള്ള വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ആണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതുകൊണ്ട് ഒരാളങ്ങോട്ട് നേരെ ഇതിലേക്ക് പോകാം എന്നൊക്കെ വിചാരിച്ചാലൊന്നും എന്ത് ചെയ്യില്ല, നടക്കില്ല. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഏത് വലിയ എക്സ്ട്രീം ഐഡിയോളജി ഉള്ളവരും അധികാരത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ കുറച്ചുകൂടി മൈൽഡ് ആവുകയും കുറച്ചുകൂടി മര്യാദക്കാരാവുകയൊക്കെ ചെയ്യേണ്ടി വരും. അല്ലാതെ ഒരു ജനോസൈഡ് നടത്തിയോ അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്ത് ഇല്ലാതാക്കിയോ ഒന്നും ഇന്ത്യ രാജ്യത്ത് ഭരണം എന്ന് പറയുന്നത് എളുപ്പമല്ല. അതിപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോഴാണെങ്കിലും ഇത് BJP അധികാരത്തിൽ വന്നപ്പോഴാണെങ്കിലും ഇനി നാളെ ഞാൻ പറയുന്നത് സാധ്യത ഒട്ടുമില്ല. പക്ഷെ നാളെ ഇനിയിപ്പോൾ ഏതെങ്കിലും മുസ്ലിം എക്സ്ട്രീമിസ്റ്റുകൾ അധികാരത്തിൽ വന്നാൽ പോലും അധികാരത്തിൽ വരുമ്പോൾ ഒരിക്കലും ആ എക്സ്ട്രീം നിലപാടുകൾ ഇതൊക്കെ പതുക്കെ കൈയൊഴിയേണ്ടി വരും. അപ്പൊ അത്തരത്തിലുള്ള കൈയൊഴികളിൽ നിർബന്ധിക്കുന്ന ഒരു രാഷ്ട്രീയ അവസ്ഥയാണ് ഒന്ന്. രണ്ടാമത് ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അടുത്ത കോൺഗ്രസിന്റെ മുദ്രാവാക്യങ്ങൾ എന്തായിരിക്കും, എന്താണ് അവർ ഇന്ത്യ മുഴുവൻ പ്രചരിപ്പിക്കാൻ പോകുന്നതെന്നുള്ളതിന്റെ സൂചനകൾ കൂടിയാണ് ഈ 2 തെരഞ്ഞെടുപ്പിൽ നൽകുന്നത്. മൂന്നാമത് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം, ആ ചിത്രം ഉയർത്തി കാണിച്ചത് അതിലെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. പിന്നെ അതല്ല, അത് നേരത്തെ തന്നെ വന്നതാണ്. ഇപ്പൊ നമ്മുടെ 90 സെക്രട്ടറിമാർ കേന്ദ്ര ഗവൺമെന്റിലുള്ളതിലാകെ 3 പേരെ OBC ഉണ്ടായുള്ളൂ, അല്ലെങ്കിൽ മൈനോറിറ്റി ഒക്കെ കൂടി ഉണ്ടായുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ളൊരു പൊളിറ്റിക്സിന്, അതായത് ഒരു ജാതി സെൻസസും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രാതിനിധ്യം കിട്ടിയില്ല എന്നുള്ള ഒരു പൊളിറ്റിക്സിനെ വളരെ കൃത്യമായി വളരെ ബുദ്ധിപരമായി എന്ത് ചെയ്യാൻ പോകുന്നു, കോൺഗ്രസ് കാണിക്കാൻ പോകുന്നു. അതിനെ നേരിടാൻ സത്യത്തിൽ BJP വെള്ളം കുടിക്കും. ഇന്ന് കിരൺ റിജിജു ഇതിന്റെ കാര്യം പറഞ്ഞില്ല സാർ,
അഗ്നിവീർ അഗ്നിവീറിന്റെ കാര്യം പറഞ്ഞില്ലേ, അഗ്നിവീറിലും തിരിച്ചു പറഞ്ഞല്ലോ, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഞങ്ങളെ അതെ ഏൽപ്പിക്കും. അല്ല ഞാൻ പറഞ്ഞ മിക്ക കാര്യങ്ങളിലും ഇന്ത്യ മുന്നണി റെഡിയാണ്. ഇപ്പൊ MSPയുടെ കാര്യത്തിൽ അത് പറഞ്ഞു, അഗ്നിവീറിന്റെ കാര്യത്തിൽ, കാരണം ഇത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഞങ്ങളെ ഏൽപ്പിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ അതില് ഇത് ഞാൻ പറഞ്ഞത് ഇത് ഇപ്പൊ വളരെ നേരത്തെ കോൺഗ്രസിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഈ സഭാ ടിവിയുടെ ഒരു ഇത് പുറത്തേക്ക് വരുമെന്നും ഇത് ഇന്ത്യ മുഴുവൻ ആഘോഷിക്കപ്പെടുമെന്നുള്ള കാര്യമൊന്നും അറിയില്ലായിരുന്നു. പിന്നെ രണ്ടാമത് ഇത്രമാത്രം ഇപ്പോൾ ഒരു താഴേക്ക്, അതായത് 63 സീറ്റുകൾ താഴേക്ക് വന്ന BJPയെ സംബന്ധിച്ചിടത്തോളം ഈ ഇപ്പൊ മീഡിയകളും നിലപാട് മാറ്റി. കാരണം മീഡിയകൾ വലിയൊരു ടൈം രാഹുൽ ഗാന്ധിക്ക് കൊടുത്തിരിക്കുന്നു. അപ്പൊ രാഹുൽ ഗാന്ധി നേരത്തെ പപ്പു എന്നൊക്കെ വിളിച്ചെടുത്തുനിന്ന് ഭയങ്കരമായി ഇവോൾവ് ചെയ്തിട്ടുള്ള ബഡ്ജറ്റ് നല്ലോണം പഠിച്ചു തന്നെയാണ് പറഞ്ഞത്. പഠിച്ച് കൃത്യമായ ഒരു ടീമിനെ വെച്ച് പഠിച്ച് അതിൽ എന്തൊക്കെ പറയണം പറഞ്ഞ പോലെ ഒരു വലിയ ടീം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഉദാഹരണങ്ങളൊക്കെ തന്നെയും വളരെ നിസ്സാരമായ ഉദാഹരണങ്ങളല്ല. അല്ല, ഓരോന്നും ശരിക്കും സത്യത്തിൽ ഇപ്പൊ നമ്മൾ വളരെ ചുരുക്കിയതാണ്. ഇപ്പൊ ഇതിൽ ഓരോ വാചകവും വേണമെങ്കിൽ നമുക്കൊരു 20 മിനിറ്റ് വീഡിയോ ആക്കാവുന്ന വാചകമാണ്. ഒരു അഗ്നിവീർ എന്താണ് ശരിക്കും പറഞ്ഞാൽ അഗ്നിവീർ നടപ്പാക്കിയതിന്റെ പിന്നിൽ ഒരു വലിയ ഉദ്ദേശമുണ്ട്. പക്ഷെ അത് ശരിക്കും ഇനി BJPക്ക് പോലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും എന്താണെന്നറിയോ? കാരണം അഗ്നിവീർ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ സൈന്യവും ഇപ്പൊ ടെക്നോളജിയിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുകയും മാൻ പവർ കുറക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് അത് കൊണ്ടുവന്നത്. പക്ഷേ സത്യത്തിൽ ഇപ്പൊ നമുക്ക് നേരത്തെ അറിയാലോ, ഇപ്പൊ രാമക്ഷേത്രം പണിയണമെന്ന് പറയുമ്പോൾ സത്യത്തിൽ കോൺഗ്രസിന് പോലും അത് എതിർക്കാൻ പറ്റാത്തൊരു നിസ്സഹായാവസ്ഥ ഉണ്ടായിരുന്നു. കാരണം പൊതുവെയുള്ള ആളുകളുടെ ഒരു ചിന്താഗതി എങ്ങനെയായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ സത്യത്തിൽ ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും ഒരു വിധത്തിലുള്ള എതിർപ്പം പോലും പറയാൻ പറ്റാത്ത, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു കമന്റ് പോലും തിരിച്ച് പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് BJP എത്തിയിരിക്കുന്നു എന്നുള്ള. ഇപ്പൊ ശിവമോഗാനെ ഉയർത്തി കാണിക്കണ്ട എന്ന് പറയുന്നത് പോലും കോൺഗ്രസിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു പ്രൊപ്പഗാൻഡ ആക്കാം. അപ്പൊ അത് പക്ഷെ കോൺഗ്രസ് ചെയ്തില്ല, അത് നല്ലത്. പക്ഷെ ഞാൻ പറഞ്ഞത് അത്തരത്തിൽ വളരെ ക്ലവറായ, വളരെ ഇന്റലിജന്റ് കിരൺ റിജിജു എന്ന് പറയുന്ന സഹമന്ത്രി മാത്രമേ എഴുന്നേറ്റ് നിന്ന് കിരൺ റിജിജു എന്ന് പറയുന്ന സഹമന്ത്രി മാത്രമേ എഴുന്നേറ്റുള്ളൂ. ബാക്കിയുള്ള മന്ത്രിമാർക്കൊന്നും എഴുന്നേക്കാൻ കഴിഞ്ഞ അവിടെ എഴുന്നേറ്റതിന്റെ അതിഭീകരമായിരുന്നു. പ്രതിപക്ഷത്തുള്ള ശബ്ദങ്ങൾ അതിഭീകരമായിരുന്നു. സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. നമ്മുടെ തൊട്ട് പ്രേമേന്ദ്രനൊക്കെ അതിന്റെ തൊട്ട് ബാക്കിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു വലിയ ടീമാണ് അല്ല അത്തരത്തിലുള്ള ഒരു വലിയ ടീമാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഗംഭീരമായ ഒരു പെർഫോമൻസ് ആയിരുന്നു.